എല്ലാവർക്കും മഴ തോരും മുൻപേ സീരിയലിൻ്റെ വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ അലീന തൻ്റെ സ്വന്തം മകളാണെന്ന് വൈജയന്തി തിരിച്ചറിയുന്ന ഒരു കിടിലൻ ഭാഗത്തിൻ്റെ റിവ്യൂ ആണ് കേട്ടോ പറയാനായിട്ട് പോകുന്നത്. അങ്ങനെ ബാലചന്ദ്രൻ അലീനയെ സുരക്ഷിതമായിട്ട് അവളുടെ സ്വന്തം അച്ഛനായ സ്റ്റാലിൻ ജോസഫിൻ്റെ അടുത്തേക്ക് ആക്കുന്നുണ്ടെങ്കിലും ബാലചന്ദ്രൻ്റെ മാനസികാവസ്ഥ ഓരോ ദിവസം കഴിയുന്തോറും മോശമായിട്ട് വരികയാണ്. കൂടെ നിൽക്കേണ്ട ഭാര്യയിൽ നിന്നും കിട്ടുന്ന മാനസിക പീഡനം തന്നെയാണ് ഇതിനൊക്കെ കാരണം. ഇടയ്ക്കൊക്കെ അലീനയെ കാണാനായിട്ട് ബാലചന്ദ്രൻ പോകാറുണ്ട്. എന്നാൽ ഇതിനെല്ലാം വൈജയന്തിക്ക് ദേഷ്യവും വാശിയും ഒക്കെ തന്നെയായിരുന്നു. അച്ഛൻ രാവിലെ കടയിലേക്കെന്ന് പറഞ്ഞു പോയിട്ട് ആ വേലക്കാരി പെണ്ണിനെ കാണാനാണ് പോകുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മക്കളുടെ മനസ്സിലും വൈജയന്തി വിഷം കുത്തിവയ്ക്കാനായിട്ട് നോക്കുന്നു. എന്നാൽ ഒടുവിൽ മകൻ രോഹിത്ത് ഇതിന് സംശയം തോന്നുന്നുണ്ട്. രോഹിത്ത് നേരെ അച്ഛനോട് ചെന്ന് ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് അച്ഛ അലീന ചേച്ചി താമസിക്കുന്ന സ്ഥലത്തേക്ക് ഞങ്ങളെ കൊണ്ടുപോകാത്തത്? അമ്മ പറഞ്ഞതിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ രോഹിത്ത് തന്നെ സംശയിക്കുന്നത് ബാലചന്ദ്രന് താങ്ങാൻ കഴിയുന്നതിൽ അപ്പുറമായിരുന്നു. ഒടുവിൽ സഹികെട്ട് മറ്റാരും അറിയാത്ത ആ ഒരു സത്യം ബാലചന്ദ്രൻ തൻ്റെ മകൻ രോഹിത്തിന് മുന്നിൽ തുറന്ന് പറയുന്നുണ്ട്. രോഹിത്തെ, നീ വിചാരിക്കുന്നത് പോലെയല്ല അലീന നിൻ്റെ സ്വന്തം ചേച്ചിയാണ്. വൈജയന്തി വിവാഹത്തിന് മുൻപ് പ്രസവിച്ച് ഉപേക്ഷിച്ച് കളഞ്ഞ ചോരയാണ് അലീന എന്നുള്ള ഒരു ഞെട്ടിക്കുന്ന സത്യം രോഹിത്തിനോട് തുറന്ന് പറയുന്നുണ്ട് ബാലചന്ദ്രൻ. ഈ സത്യം കേട്ട് രോഹിത്ത് ഷോക്കാവുന്നുണ്ട്. അതോടെ തൻ്റെ ചേച്ചിയെ കാണാനായിട്ട് രോഹിത്ത് പോകുന്നത് പതിവാകുന്നു. ബബിതയും കൃഷ്ണമോളും ആണെങ്കിലും കൂടെ വരാനായിട്ട് വാശി പിടിക്കുന്നുണ്ടെങ്കിലും സത്യങ്ങളെല്ലാം അറിയാവുന്ന രോഹിത്ത് അവരെ തൽക്കാലം വിലക്കുന്നു. കാരണം ബബിതയ്ക്ക് സത്യം അറിഞ്ഞാൽ വിഷമാകും. അലീന ചേച്ചിയെ ഇങ്ങോട്ട് വരുത്തുക എന്ന് പറഞ്ഞുകൊണ്ട് രോഹിത്ത് ആ സാഹചര്യം തന്ത്രപൂർവ്വം കൈകാര്യം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതേസമയം വീട്ടിൽ വൈജയന്തിയുടെ പീഡനം തുടരാണ്. തൻ്റെ ഭർത്താവിനെയും മകനെയും ആ വേലക്കാരി പെണ്ണ് മരുന്ന് കൊടുത്ത് മയക്കിയിരിക്കുകയാണ് എന്നുള്ള മട്ടിലാണ് വൈജയന്തിയുടെ പ്രതികരണം. ബാലചന്ദ്രനെ എത്രത്തോളം വേദനിപ്പിക്കാൻ പറ്റുമോ അത്രത്തോളം വൈജയന്തി കുത്തുവാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ബാലചന്ദ്രനെ ഇതെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് അവസാനിപ്പിക്കാം. നീ ഒന്ന് പിഴച്ചു പ്രസവിച്ചതല്ലേടി, നിൻ്റെ മകളാണ് അലീന എന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഒരൊറ്റ തവണ പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ വൈജയന്തിക്കുള്ളൂ. അപ്പോഴേക്കും വൈജയന്തിയുടെ പത്തി താഴും. എന്നാൽ തൻ്റെ 3 മക്കളുടെയും അലീനയുടെയും ഭാവി ഓർത്ത് മാത്രമാണ് ബാലചന്ദ്രൻ അതിന് മുതിരാത്തത്. ഒരിക്കൽ എപ്പോഴെങ്കിലും വൈജയന്തി ഈ ഒരു സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അവളുടെ ഭർത്താവായി താൻ ഈ വീട്ടിൽ ഉണ്ടാവില്ല എന്ന് അയാൾ ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു. അങ്ങനെയിരിക്കെ ഒരു രാത്രി ബാലചന്ദ്രന് കഠിനമായിട്ടുള്ള നെഞ്ചുവേദന അനുഭവപ്പെടുന്നുണ്ട്. ബാലചന്ദ്രൻ കൃഷ്ണമോളെയും ബബിതയും രോഹിതിനെയൊക്കെ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും തൊണ്ടയിൽ നിന്നും ശബ്ദം പുറത്തേക്ക് വരുന്നില്ല. മേശപ്പുറത്തിരുന്ന ഫോൺ എടുക്കാൻ നോക്കുമ്പോൾ അതാണെങ്കിൽ താഴേക്ക് വീണു പോവുകയും ചെയ്യുന്നു. ആരെയും വിവരമറിയിക്കാൻ നിവൃത്തിയില്ലാതെ ബെഡിൽ നിന്നും തറയിലേക്ക് വീണ് അബോധാവസ്ഥയിൽ ബാലചന്ദ്രൻ അവിടെ കിടക്കുകയാണ്. പിറ്റേന്ന് രാവിലെ അച്ഛനെ വിളിക്കാനായിട്ട് കൃഷ്ണമോള് റൂമിലേക്ക് വരുമ്പോഴാണ് തറയിൽ ബോധമില്ലാതെ കിടക്കുന്ന ബാലചന്ദ്രനെ കാണുന്നത്. കൃഷ്ണമോള് നിലവിളിച്ചുകൊണ്ട് അച്ഛനെ കുളിക്ക് വിളിക്കുന്നുണ്ട്. ശബ്ദം കേട്ട് രോഹിത്തും ബബിതയും ഓടിയെത്തുന്നു. എന്നാൽ താഴെ നിൽക്കുന്ന വൈജയന്തിക്ക് യാതൊരു ഭാവവ്യത്യാസവും ഇല്ല. തനിക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളൊരു മട്ടിലാണ് വൈജയുടെ നിപ്പ്. ഇത് കണ്ട് സഹികെട്ട് ബബിത ചോദിക്കുന്നുണ്ട്, അമ്മയ്ക്ക് എന്താ ഇത്? അമ്മയുടെ ഭർത്താവാണ് അവിടെ ബോധം കെട്ട് കിടക്കുന്നത്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ആംബുലൻസ് വിളിക്കണ്ടേ? അതിന് വൈജയുടെ മറുപടി വളരെ ക്രൂരമായിരുന്നു. അതിന് ഞാൻ എന്ത് ചെയ്യാനാ? താലി കെട്ടിയ പുരുഷനോട് സ്വന്തം അമ്മ കാണിക്കുന്ന ഈ ക്രൂരത കണ്ട് ബബി തന്നെ ഫോണെടുത്ത് ആംബുലൻസ് വിളിക്കുന്നു. പെട്ടെന്ന് തന്നെ ആംബുലൻസ് വന്ന് ബാലചന്ദ്രനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുകയാണ്. പരിശോധനയ്ക്ക് ശേഷം ഡോക്ടർമാർ നിരാശയോടെ മനഃശങ്കറിനോട് പറയുന്നുണ്ട്, ബാലചന്ദ്രന് വീണ്ടും അറ്റാക്ക് വന്നിരിക്കുകയാണ്. ഇനി ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. മനസ്സിന് കടുത്ത ടെൻഷൻ ഉണ്ടായതാണ് കാരണം. ഒരു ഓപ്പറേഷൻ കൂടി ചെയ്തു നോക്കാം, പക്ഷേ പ്രതീക്ഷയൊന്നും വേണ്ട എന്ന് പറയുന്നു. ബാലചന്ദ്രൻ്റെ ദിവസങ്ങൾ എണ്ണപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ വൈജയന്തിക്കും ഉള്ളിൽ ചെറിയൊരു ഭയം തോന്നുന്നുണ്ട്. താൻ കാരണമാണോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നൊരു കുറ്റബോധം വൈജയുടെ ഉള്ളിലുണ്ടോ എന്ന് മനഃശങ്കർക്കും തോന്നിപ്പോകുന്നുണ്ട്. കുറച്ച് സമയം കഴിയുമ്പോൾ ബാലചന്ദ്രന് ബോധം തെളിയുന്നു. ഇനി തനിക്കൊരു ഓപ്പറേഷൻ വേണ്ടത് ബാലചന്ദ്രൻ വാശി പിടിക്കുന്നുണ്ട്. രക്ഷപ്പെടാൻ ചാൻസ് ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ മോളെ വെറുതെ എന്നെ കീറി മുറിക്കുന്നത്? എനിക്ക് എൻ്റെ മോൾ അലീനയെ ഒന്ന് കാണണം, അവളെ ഒന്ന് വിളിക്കും മനു എന്ന് ബാലചന്ദ്രൻ ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ മനു ഉടനെ തന്നെ അലീനയെ വിളിച്ച് വിവരം അറിയിക്കുന്നു. അച്ഛന് സുഖമില്ല എന്നറിഞ്ഞ് നിലവിളിച്ചുകൊണ്ട് കരയുന്ന അലീനയെ കണ്ട് കൂടെയുള്ള സ്റ്റാലിൻ ജോസഫ് കാര്യം തിരക്കുന്നുണ്ട്. തുടർന്ന് സ്റ്റാലിൻ തന്നെയാണ് അലീനയെയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് വരുന്നത്. എന്നാൽ വൈജയ് എങ്ങാനും കണ്ടാൽ പ്രശ്നമാകുന്നു കരുതി സ്റ്റാലിനോട് കാറിൽ തന്നെ ഇരിക്കാൻ പറഞ്ഞ അലീന ICUവിന് മുന്നിലേക്ക് ഓടുകയാണ്. അവിടെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന രോഹിത്തിനോടും കൃഷ്ണമോളോടും അവൾ ചോദിക്കുന്നുണ്ട്, അച്ഛനിത് എന്ത് പറ്റി? നിങ്ങളാരും അച്ഛനെ ശ്രദ്ധിക്കില്ലേ? അപ്പോഴേക്കും ICUവിൽ നിന്നും ഇറങ്ങി വരുന്ന ബബിത പറയുന്നുണ്ട്, അച്ഛൻ ചേച്ചിയെ കാണണമെന്ന് പറഞ്ഞ വലിയ വാശിയിലാണ്. അലിയാണ്ണയാണെങ്കിൽ ഓടി ICUവിനുള്ളിലേക്ക് കയറുന്നു.
എൻ്റെ അച്ഛന് എന്താ പറ്റിയത്? ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഓർത്ത് ടെൻഷൻ ആവരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അലീന കരയുമ്പോൾ ബാലചന്ദ്രൻ അലീനയുടെ കൈകൾ ചേർത്ത് പിടിക്കുന്നുണ്ട്. പെട്ടെന്നാണ് അവിടേക്ക് വൈജയന്തി കടന്നു വരുന്നത്. ഓഹോ, അപ്പോൾ നിങ്ങൾക്ക് യാതൊരു അസുഖവും ഇല്ല അല്ലേ? ഇവളെ കാണാൻ വേണ്ടി നിങ്ങൾ ഒപ്പിച്ച നാടകമായിരുന്നു അല്ലേ ഇത് എന്ന് ചോദിച്ച് വൈജയന്തി അവിടെ വലിയ ബഹളം ഉണ്ടാക്കുന്നുണ്ട്. ഇത് കണ്ട് ദേഷ്യം വരുന്ന ഡ്യൂട്ടി സിസ്റ്റർ വൈജയന്തി നന്നായിട്ട് തന്നെ ശാസിക്കുന്നുണ്ട്. ഇത് ചന്തയല്ല, നിങ്ങളുടെ ഭർത്താവ് അറ്റാക്ക് വന്ന മരണം കാത്ത് കിടക്കുകയാണ്. ഈ അവസാന നിമിഷമെങ്കിലും അദ്ദേഹത്തിനോട് സ്നേഹത്തോടെ പെരുമാറിക്കൂടെ? ഇവിടെയുള്ള എല്ലാവരും പറയുന്നുണ്ട് ഇത് നിങ്ങളുടെ മകളാണെന്ന്. നിങ്ങൾക്ക് മാത്രം എന്താ അത് ഉൾക്കൊള്ളാൻ വയ്യാത്തത്? അങ്ങനെ സിസ്റ്ററുടെ ആ വാക്ക് കേട്ടതും വൈജയന്തിക്ക് ശരിക്കും ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. വേലക്കാരിയാണോടി എൻ്റെ മകളെന്ന് പറഞ്ഞ് വൈജ സിസ്റ്റർക്ക് നേരെയും തട്ടിക്കയറുന്നു. ICUവിനുള്ളിൽ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് കരുതി അലീന പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. തൊട്ടു പിന്നാലെ വന്ന് ബബിതയും കൃഷ്ണമോളും രോഹിതും വൈജയന്തിക്ക് നേരെ തിരിയുന്നുണ്ട്. അമ്മയ്ക്ക് തീരെ തലച്ചോറില്ലേ? അച്ഛൻ മരണം കാത്തു കിടക്കുമ്പോൾ ഇങ്ങനെയാണോ പെരുമാറുന്നത്? അച്ഛൻ ഈ അവസ്ഥയിലാകാൻ കാരണം തന്നെ അമ്മയാണ്. അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങൾ മക്കൾ ഒരിക്കലും അമ്മയോട് ക്ഷമിക്കില്ല എന്ന് രോഹിത്തും ബബിതയും തുറന്നടിക്കുന്നുണ്ട്. മക്കളെല്ലാവരും തന്നെ കുറ്റപ്പെടുത്തുന്നത് കണ്ട് വൈജയന്തിയാണെങ്കിൽ ഒന്നും മിണ്ടാതെ ഒരു കസേരയിൽ പോയി ഇരിക്കുകയാണ്. അങ്ങനെ അലീന താഴേക്ക് ചെന്ന് കാറിൽ കാത്തിരിക്കുന്ന സ്റ്റാലിനോട് കാര്യങ്ങളൊക്കെ പറയുന്നു. പപ്പ, ഇവിടുത്തെ അവസ്ഥ വളരെ മോശമാണ്. അച്ഛൻ ഡിസ്ചാർജായി വീട്ടിലേക്ക് പോകാതെ എനിക്ക് വരാൻ കഴിയില്ല. പപ്പ പൊക്കോളൂ എന്ന് അലീന പറയുന്നുണ്ട്. ആദ്യം വിളിച്ചതും അച്ഛ എന്ന് വിളിച്ചതും ആ മനുഷ്യനെയാണെന്നും ഈ അവസ്ഥയിൽ തനിക്ക് വിട്ടുപോകാൻ കഴിയില്ലെന്നും അലീന പറയുമ്പോൾ സ്റ്റാലിൻ അത് സമ്മതിച്ച് കാർ ഓടിച്ചു പോകുന്നു. ജനലിലൂടെ ഈ കാഴ്ച കാണുന്ന വൈജയന്തിയാണെങ്കിൽ സ്റ്റാലിനെ പോലെ ഒരാളെ അവിടെ കണ്ടതിൽ അമ്പരക്കുന്നുണ്ടെങ്കിലും അലീനയോട് സംസാരിക്കുന്നത് കാണാത്തതുകൊണ്ട് തന്നെ കൂടുതൽ സംശയിക്കുന്നില്ല. തിരികെ വരുന്ന അലീനയോട് വൈജയന്തി വീണ്ടും തട്ടിക്കയറുന്നുണ്ട്. നീ എന്താടെ ഇവിടെ നോക്കൂത്തി പോലെ നിൽക്കുന്നത്? ഭാര്യയും മക്കളും ഇവിടെ ഉള്ളപ്പോൾ നിനക്കെന്താ ഇവിടെ കാര്യം? ഇതുവരെ ഇല്ലാത്ത ഒരു രൗദ്രഭാവത്തിലാണ് അലീന ഇതിന് മറുപടി നൽകുന്നത്. ചോര തിളയ്ക്കുന്ന വാക്കുകളോടെ അലീന വൈജയന്തിയുടെ നേരെ വിരൽ ചൂണ്ടി ചോദിക്കുന്നുണ്ട്. നിങ്ങളൊരു മനുഷ്യ സ്ത്രീയാണോ? ഇത്രയും സ്നേഹവും ദയവും ഇല്ലാതെ നിങ്ങൾ എവിടെയാണ് ഒരു കുടുംബത്തിൽ ജനിച്ചത്? നിങ്ങളോടുള്ള സ്നേഹവും വിശ്വാസവും കൊണ്ട് 22 വർഷം നിങ്ങളെ അന്ധമായി വിശ്വസിച്ച് ആ മനുഷ്യൻ ചെയ്ത തെറ്റാണ് നിങ്ങളെ മാറ്റിയത്. സ്വന്തം കാര്യം മറച്ചുവെച്ച് നിങ്ങൾ അദ്ദേഹത്തെ ചതിക്കുകയായിരുന്നില്ലേ? ഒരു കുറ്റബോധമെങ്കിലും നിങ്ങൾക്കുണ്ടോ? അലീനയുടെ ഈ അഗ്നി പെയ്യുന്ന വാക്കുകളും ഭാവമാറ്റങ്ങളും കണ്ട് വൈജയന്തി ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. മനുവും രോഹിത്തും കൃഷ്ണമോളും അലീനയുടെ മാസ് ഡയലോഗ് കേട്ട് അന്തം വിട്ട് നിൽക്കുന്നു. മറുപടിയൊന്നും പറയാൻ കഴിയാതെ വൈജിയാണെങ്കിൽ അകത്തേക്ക് പോകുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ കൃഷ്ണമോള് വന്ന് വൈജിയുടെ അച്ഛൻ വിളിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ വൈജയന്തി ബാലചന്ദ്രൻ്റെ അരികിലെത്തി ഒരു കസേരയിലിരിക്കുന്നു. ഡോക്ടർമാർ വൈജിയോട് പേഷ്യൻറ്റിനോട് കരുണയോടെ പെരുമാറാനൊക്കെ ആവശ്യപ്പെട്ട് പുറത്തേക്ക് പോകുന്നുണ്ട്. അങ്ങനെ ബാലചന്ദ്രൻ വൈജിയുടെ മുഖത്തോക്കി നോക്കി പറയുന്നുണ്ട്. വൈജിയെ, നിനക്ക് എന്നോട് ദേഷ്യമാണെന്നറിയാം. പക്ഷെ ഞാൻ മരിക്കുന്നതിന് മുൻപ് നീ ആ ഒരു സത്യം അറിയണം. 22 വർഷക്കാലം ഞാൻ നിന്നെ ഒരുപാട് വിശ്വസിച്ചു, സ്നേഹിച്ചു. പക്ഷേ നീ എന്നെ ചതിക്കുകയായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഞാൻ തകർന്നു പോയി. അന്ന് ഞാൻ നീലഗിരിയിൽ നിൻ്റെ ചേട്ടൻ ഗംഗാധരമേനോൻ്റെ അടുത്ത് പോയത് എന്തിനാണെന്നറിയാമോ? വൈജയന്തി വിവാഹത്തിന് മുൻപ് ഒരു പെൺകുഞ്ഞിനെ പ്രസവിച്ചിട്ടുണ്ടോ എന്നറിയാൻ. ബാലചന്ദ്രൻ്റെ നാവിൽ നിന്നും ഈ ഒരു വാക്ക് കേട്ടതും വൈജയന്തി ശ്വാസം അടക്കി പിടിച്ച് ഞെട്ടലോടെ ബാലചന്ദ്രൻ്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ആ കുഞ്ഞ് പ്രസവിച്ച ഉടനെ മരിച്ചുപോയി എന്നാണ് അവർ നിന്നോട് പറഞ്ഞത്. എന്നാൽ അതൊരു പച്ചക്കള്ളായിരുന്നു. അവരെല്ലാവരും കൂടി ചേർന്ന് ആ കുഞ്ഞിനെ ഒരു ഓർഫണേജിൽ ഉപേക്ഷിച്ചു. അവൾ വളർന്നു വലുതായി 23ാമത്തെ വയസ്സിൽ നമ്മുടെ വീട്ടിലേക്ക് വന്നു. ആ അനാഥയായ പെൺകുട്ടിയുടെ പേരാണ് അലീന. ഇത് കേൾക്കുന്നതും നിങ്ങൾ എന്ത് ഭ്രാന്താണ് ഈ വിളിച്ചു പറയുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് വൈജയന്തി അലറുന്നുണ്ട്. അതേ വൈജയന്തി, നീ അറിയണം, നിൻ്റെ സ്വന്തം ചോരയെയാണ് ഇത്രയും കാലം നീ ചവിട്ടി അരച്ചതും ശപിച്ചതും അടിച്ചതും. അവൾ നിന്നോട് എന്ത് തെറ്റ് ചെയ്തു? സ്വന്തം കൺമുന്നിലുണ്ടായിട്ടും നിനക്ക് നിൻ്റെ മകളെ തിരിച്ചറിയാൻ പറ്റിയില്ലല്ലോ. അത് തന്നെയായിരുന്നു ഞാൻ നിനക്ക് നൽകിയ ശിക്ഷ. അവൾ വേറെങ്ങുമല്ല, അവളുടെ സ്വന്തം പപ്പയായ സ്റ്റാലിൻ ജോസഫിൻ്റെ കൂടെയാണ് സുരക്ഷിതമായിട്ട് കഴിയുന്നത്. ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ബാലചന്ദ്രനാണെങ്കിൽ കടുത്ത ചുമയും കിതപ്പുമായിട്ട് അബോധാവസ്ഥയിലേക്ക് നീങ്ങുന്നുണ്ട്. ഡോക്ടർമാർ ഓടിയെത്തി വൈജിയെ പുറത്താക്കുന്നു. കേട്ട സത്യങ്ങൾ താങ്ങാനാവാതെ കണ്ണ് കാണാത്ത അവസ്ഥയിൽ തളർന്നു വീഴാൻ പോയ വൈജിയെ മനുശങ്കർ താങ്ങിപ്പിടിച്ച് റൂമിലെത്തിക്കുന്നുണ്ട്. അത്ഭുതമെന്ന് പറയട്ടെ, അലീനയുടെ മനസ്സുരുകിയുള്ള പ്രാർത്ഥന കാരണം ബാലചന്ദ്രൻ്റെ ആരോഗ്യനിലയിൽ കാര്യമായിട്ടുള്ള മാറ്റം ഉണ്ടാകുന്നുണ്ട്. ഓപ്പറേഷൻ വേണ്ടെന്ന് വെച്ച് ബാലചന്ദ്രനെ ഡിസ്ചാർജ് ചെയ്യുകയാണ്. അലീന അവരുടെ കൂടെ ആ വീട്ടിലേക്ക് കയറാതെ നേരെ സ്റ്റാലിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. ഇതേസമയം വൈജയുടെ മനസ്സിലേക്ക് പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നുണ്ട്. ആഗ്രയിലെ ആ വാടക വീടും താൻ ഗർഭം ധരിച്ചതും വയറ്റിൽ കുഞ്ഞനങ്ങുമ്പോൾ സംസാരിച്ചതുമെല്ലാം ഓർത്ത് വൈജ പൊട്ടിക്കരയുന്നു.
റെസ്റ്റ് എടുക്കുന്ന ബാലചന്ദ്രൻ്റെ അരികിലേക്ക് വന്ന വൈജയന്തി കൈകൂപ്പി മാപ്പ് ചോദിക്കുന്നുണ്ട്. എന്നോട് ക്ഷമിക്കണം, ഞാൻ തെറ്റ് ചെയ്തു പോയി. വിവാഹം വേണ്ടെന്ന് ഞാൻ ഒരുപാട് നിർബന്ധിച്ചതാണ്. വീട്ടുകാർ എന്നെ ഒരു അറവ് മാടിനെ പോലെ ഇങ്ങോട്ട് കൊണ്ടുവരികയായിരുന്നു. എനിക്ക് നിങ്ങളെ ചതിക്കാൻ മനസ്സുണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കരയുമ്പോൾ ബാലചന്ദ്രൻ വൈജിയോട് പറയുന്നുണ്ട്, നീ മാപ്പ് ചോദിക്കേണ്ടത് എന്നോടല്ല, കൺമുന്നിലിട്ട് നീ ചവിട്ടി മെതിച്ച നിൻ്റെ സ്വന്തം മകൾ അലീനയോട് തന്നെയാണ്. അങ്ങനെ ബാലചന്ദ്രൻ വൈജയന്തിയെയും കൂട്ടി സ്റ്റാലിൻ ജോസഫിൻ്റെ ബംഗ്ലാവിലേക്ക് പോകുന്നുണ്ട്. പരസ്പരം കണ്ടിൽ പകയുണ്ടാകും എന്ന് കരുതി സ്റ്റാലിൻ അവിടെ ഇല്ലാത്ത സമയം നോക്കിയാണ് അവർ ചെല്ലുന്നത്. അവിടെ തോട്ടത്തിലെ കുളക്കടവിൽ ഇരിക്കുകയായിരുന്ന അലീനയെ ബാലചന്ദ്രൻ വിളിച്ചുകൊണ്ട് വരുന്നു. കാറിൻ്റെ ഡോറ് തുറന്ന് ഇറങ്ങി വന്ന വൈജയന്തി തൻ്റെ ഉള്ളിൽ പൊട്ടിയൊഴുകിയ കരച്ചിൽ അടക്കാനാവാതെ പൊന്നുമോളെ എന്ന് വിളിച്ചുകൊണ്ട് അലീനയുടെ നേർക്ക് ഓടിച്ചെന്ന് അവളെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്. എന്നോട് ക്ഷമിക്കാൻ പോലുമുള്ള അർഹത എനിക്കില്ല മോളെ. എൻ്റെ കൺമുന്നിലുണ്ടായിട്ടും നിന്നെ എനിക്ക് തിരിച്ചറിയാൻ പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വൈജ അലീനയുടെ മുഖം പിടിച്ച് തുരുതുരു ഉമ്മ വയ്ക്കുന്നു. മറ്റാരുടെയും സ്നേഹത്തേക്കാൾ ഏറെ തൻ്റെ പെറ്റമ്മയുടെ സ്നേഹത്തിനായിട്ട് കൊതിച്ച അലീനയുടെ കണ്ണുകളിൽ നിന്നും ആനന്ദ കണ്ണീരൊക്കെ ഒഴുകുന്നുണ്ട്. തുടർന്ന് അലീന ചോദിക്കുന്നുണ്ട്, അച്ഛ ഇത് സ്വപ്നമാണോ? അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അല്ല മോളെ, നിൻ്റെ അമ്മ നിന്നെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. എനിക്ക് എൻ്റെ അമ്മയോട് യാതൊരു ദേഷ്യവുമില്ല എന്നും എനിക്ക് അമ്മയോട് സ്നേഹം മാത്രമേ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് അലീന അമ്മയെ മുറുകെ കെട്ടിപ്പിടിക്കുന്നു. അങ്ങനെ അമ്മയും മകളും തമ്മിൽ തിരിച്ചറിയുന്ന അതിമനോഹരവും ഇമോഷണലുമായിട്ടുള്ള രംഗങ്ങളാണ് ഇനി മഴതോരും മുൻപേ സീരിയലിൽ വരാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം വരാൻ പോകുന്ന ഈ ഒരു കിടിലൻ എപ്പിസോഡിനായിട്ട്. ഈ ഒരു റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്